ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യ മാലയിട്ടതിൽ പിന്നെ ആ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു തുടങ്ങുകയാണ് കേട്ടോ. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളായി മാറുകയാണ്. സൂര്യ ആണെങ്കിൽ അടിമുടി മാറി തുടങ്ങിയിരിക്കുന്നു. ഒരു സ്വാമിയായിരിക്കുന്നു. സൂര്യയെ എല്ലാവരും സ്വാമി സ്വാമി എന്ന് വിളിക്കണം. അതുപോലെ തന്നെ രാജുവിനെയും വിളിക്കണം കേട്ടോ. അത് അത്ര അങ്ങ് ഉൾക്കൊള്ളാൻ ഈ പറയുന്ന ഇന്ദ്രചക്കും വേദക്കും കഴിയുന്നില്ല. തൻ്റെ അമ്മയോട് പരാതി ചെന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണെങ്കിലോ അതിൽക്കും അപ്പുറയുള്ള വഴക്ക് കേൾക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുടെ മാറ്റവും ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. പതിവ് പോലെ തന്നെ ഇവർ ഭക്ഷണം കഴിക്കാൻ എത്തുകയാണ്. അപ്പോൾ സൂര്യയും അതിന് മുന്നേ വരുന്നുണ്ട്. മാലയിട്ടാൽ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ അവർക്കത് അത് എന്തും ഒരു നിസ്സാരമായി കാണുന്നൊരു സ്വഭാവക്കാരാണല്ലോ ഇന്ദ്രജയും വേദയും വിജയും. അങ്ങനെ ഇവർ ഭക്ഷണം കഴിക്കാൻ എത്തുകയാണ്. അപ്പോൾ സൂര്യ അതിന് മുന്നേ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ എത്തുന്നുണ്ട്. അങ്ങനെ സൂര്യ ഭക്ഷണം കഴിക്കാൻ എത്തുമ്പോൾ കാണുന്ന കാഴ്ച സൂര്യക്ക് തറയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന ആ ഒരു രംഗമാണ് കേട്ടോ. അതായത് നിലത്ത് ഭക്ഷണം വെച്ചിരിക്കുകയാണ്. അപ്പോൾ സൂര്യ ചോദിക്കുക, ഇത് എന്താ നന്ദിനി താഴെ ഇട്ടിരിക്കുന്നു ഭക്ഷണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്വാമിമാരൊക്കെ എങ്ങനെയാണ് കഴിക്കുക? പക്ഷേ ഇന്നത്തെ കാലത്ത് പല വ്യത്യാസങ്ങളും ഉണ്ടാവും. പക്ഷേ നമ്മൾ ആദ്യമായി പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ആചാരം കൊണ്ട് തന്നെ നമുക്ക് പോവാം, അതായിരിക്കും സൂര്യ സാറ് നല്ലത് എന്ന് പറയുമ്പോൾ സൂര്യ പറയും ശരി നിന്നെ ഇഷ്ടമായിക്കോട്ടെ, നിൻ്റെ ഇഷ്ടം പോലെ തന്നെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സൂര്യ ആ തറയിലിരിക്കുകയാണ് കേട്ടോ. പിന്നീട് നന്ദിനി ഇലയിട്ട് കൊടുക്കുന്നു. പിന്നീട് അതിൻ്റേതായ ആ ഒരു ചിട്ടവട്ടങ്ങളുണ്ടല്ലോ, അപ്പോൾ ആ രീതിക്ക് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമയം രാജു ആണെങ്കിലോ ഭക്ഷണം കൂടെ വിളമ്പാൻ ഒരുങ്ങുമ്പോൾ ഉടൻ തന്നെ ഇവിടെ നന്ദിനി പറയാണ് ശരിക്കും സ്വാമിമാർ ആദ്യം ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങളൊക്കെ വീട്ടിലുള്ളവർ കഴിക്കേണ്ടത്. അപ്പോൾ നന്ദിനിയെ കൂടെ ഇരുത്താൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ സൂര്യ. അപ്പോൾ ഉടൻ തന്നെ സൂര്യയോട് നന്ദിനി ഈ ഒരു വാക്ക് പറഞ്ഞല്ലോ. അപ്പോൾ രാജു ഇരിക്കുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ സൂര്യ ചോദിക്കുകയാണ്, ഞാൻ ചോദിക്കട്ടെ എന്നാൽ അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന രാജുവേട്ടനെ എന്താ നീ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാത്തത്? എന്ത് സ്വാമിയല്ലേ, സ്വാമിയെ സ്വാമിയെ ഒപ്പം ഇരുത്തണ്ടേ പറയാണ്. അങ്ങനെ രാജുവിനെ ഇനി സ്വാമി എന്നുള്ള വിളിയായിരിക്കും കേട്ടോ. സൂര്യ ആണെങ്കിലോ തിരിച്ച് സൂര്യ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വാമിയായി. അങ്ങനെ രാജുവിനെ സ്വാമിയെ രാജസ്വാമിയെ ഇരുത്ത് എന്ന് പറയണം. അപ്പോൾ ആ സമയം നന്ദിനി പറയണത് അത് ശരിയാണല്ലോ, ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് സൂര്യ സാർ ഞാൻ സ്വാമി ഇരുത്താത്തതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്വാമിയെ ഞാൻ ഇരുത്താത്തതെന്ന് പറയുമ്പോൾ ശരി ഇരിക്കൂ എന്ന് പറയുന്നത്. അങ്ങനെ നന്ദിനി സൂര്യക്കും രാജുവിനും ഭക്ഷണം വിളമ്പി കൊടുക്കണം കേട്ടോ. രണ്ടുപേരും ഇതുപോലെ തന്നെ കഴിച്ചു തുടങ്ങുകയാണ്. അങ്ങനെ അവർ നല്ലൊരു ഇതിലും ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ സൂര്യ പറയാണ് ആദ്യത്തിലൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, ഇപ്പോൾ എനിക്ക് അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നു നന്ദിനി. മനസ്സ് തന്നെ എന്തോ ഒരു വല്ലാത്തൊരു തണുപ്പ്, ഞാൻ ഈ മാല സ്ഥിരമായി അങ്ങ് ഇട്ടെങ്കിലോ എന്നൊക്കെ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ സൂര്യയുടെ വാക്കുകൾ കേട്ട് നന്ദിനി ചിരിക്കുകയാണ്. നന്ദിനി പറയണ അങ്ങനെയൊന്നും പറ്റത്തില്ല സൂര്യ സാർ, ഒക്കത്തിനും ഓരോന്നേതായ ആചാരവും കാര്യങ്ങളും വ്രതവും ഒക്കെ ഉണ്ട് എന്നിങ്ങനെ പറയണം. അപ്പോൾ മൊത്തത്തിൽ ഒരു മനസ്സ് തന്നെ ഒരു കുളിര് നൽകിയ ഒരു ആനന്ദം എനിക്ക് കിട്ടുന്നുണ്ട്, ഈ മാല എന്തൊക്കെയോ ഒരു എനർജി എന്നിലോട്ട് എത്തിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോഴാണ് ഇവർ വരുന്നത്. അതായത് ഈ പറയുന്ന വിജയ്, അതായത് പടകൾ വരികയാണ്. വിജയ് പിന്നെ ഇന്ദ്രജ വേദ ഇവരൊക്കെ എത്തുന്നത് കേട്ടോ. അപ്പോൾ ഇവർ വരുമ്പോൾ തന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടണമല്ലോ. അപ്പോൾ ഇവരുടെ മുന്നിൽ കാണുന്ന കാഴ്ച രാജുവും സൂര്യയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും. അതും തറയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന, അത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു വേലക്കാരൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, എന്താ സൂര്യ ഇത്ര അധംപതിച്ചു എന്നൊക്കെ ഇങ്ങനെ പരസ്പരം അവർ തമ്മിൽ പറയുന്നുണ്ട്. നമ്മുടെ ഏട്ട എത്ര അധംപതിച്ചു പോയി എന്ന് വേദയും പറയാം. അപ്പോൾ ഈ സമയം ഇതിനൊക്കെ പിറകിൽ കളിക്കുന്ന അവളാണല്ലോ എന്ന് ഇന്ദ്രജയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ ടേബിളിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ രാജു ഞങ്ങൾക്ക് ഭക്ഷണം തായോ എന്ന് ഇന്ദ്രജ പറയാണ്. ആ സമയം രാജു കഴിക്കുന്നിടന്ന് എണിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ സമയം സൂര്യ പറയും സ്വാമി ഇവിടെ ഇരിക്ക്, സ്വാമി കഴിച്ചതിന് ശേഷം മാത്രം മറ്റുള്ളവർ കഴിക്കാൻ പാടുള്ളൂ എന്ന് അറിയില്ലേ? അപ്പോൾ അത് കേൾക്കുന്ന ഇന്ദ്രജക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാജു പറയാണ് അത് സൂര്യസ്വാമി ഞാൻ പോയി ഭക്ഷണം രാജസ്വാമി അവിടെ ഇരിക്ക്, രാജസ്വാമിയോട് എന്താ ഞാൻ പറഞ്ഞത്, സ്വാമിമാരുള്ള വീട്ടിൽ അതിൻ്റേതായ ഭക്തിയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും, അതിന് പറ്റാത്ത ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോട്ടെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇന്ദ്രജയ്ക്ക് ദേഷ്യം വരികയാണ്. ഇന്ദ്രജയും വേദയും വിജയും കൂടി പൊട്ടിത്തെറിച്ചും കൊണ്ട് വരികയാണ്. ഇന്ദ്രജ പറയാണ് സൂര്യ നീ എന്താ അതെ പേരെടുത്ത് വിളിക്കരുത്, സ്വാമിയാണ്, മാലയിട്ടാൽ സ്വാമി എന്ന് വിളിക്കണം, അറിയാത്തവരോട് ചോദിച്ചു നോക്ക് പറഞ്ഞു തരും, അറിയില്ലെങ്കിൽ എന്ന് പറയുന്നു കേട്ടോ. അറിയില്ലെങ്കിൽ അറിയാത്തവരോട് ചോദിച്ചു നോക്കുന്ന പറയുന്നത്. അപ്പോൾ ആ സമയം ഇന്ദ്രജ പറയാണ് അതെ ഞങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ട് രാജു ഭക്ഷണം എടുത്തു വെക്കുമോ?
രാജസ്വാമി എന്ന് വിളിക്ക്, സ്വാമി എന്ന് പറയ്ക്ക്, ഈ മാലയെ നീ അതിൻ്റേതായ ആ ഒരു ഇതിൽ ബഹുമാനിക്കണം സ്വാമി എന്ന് തിരിച്ച് ഇന്ദ്രജയോട് പറയണം. അപ്പോൾ ഇന്ദ്രജക്ക് ഇങ്ങനെ കലി കയറുകയാണ്. അപ്പോൾ ഈ സമയം എനിക്ക് വിശക്കുന്നു എന്നല്ലേ രാജുവിനോട് പറയാം. നിങ്ങളോട് പറഞ്ഞു സ്വാമി എന്ന് പറഞ്ഞിട്ട് സൂര്യ തിരിച്ച് പറയാണ്, സ്വാമി പറഞ്ഞു നിങ്ങളോട് ഇവിടെ സ്വാമിമാർ കഴിച്ചതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കാൻ പാടത്തുള്ളൂ എന്ന്. വേണമെങ്കിൽ അവനവൻ തന്നെ എടുത്ത് കഴിച്ചോളൂ. അതും കൂടി അങ്ങ് ആവുമ്പോൾ ശരിക്കും ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. ഈ സമയം ഇവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സമയം ഇന്ദ്രജക്ക് ദേഷ്യം പിടിച്ചിട്ട്, രാജു നിന്നോട് ഞാൻ പറഞ്ഞു കൂടുതൽ സംസാരിക്കരുതെന്ന്, ഇത് രാജുസ്വാമിയാണ്, സ്വാമി എന്ന് വിളിക്കുക, അങ്ങനെ പേരെടുത്ത് വിളിക്കാൻ പറ്റത്തില്ല, മാലയ്ക്ക് മാലതായ ബഹുമാനം കാണിക്കണമെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയാണ്. സൂര്യക്ക് അധികം ഒച്ചയെടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇവർക്ക് ദേഷ്യം പിടിച്ചിട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അവർ പുറത്തോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. എന്നിട്ട് വിജയ് പറയണ വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണാൻ വയ്യ, മൊത്തത്തിൽ പട്ടിണി, ഒരു ഇറച്ചിയും മത്സ്യവും മാംസവും ഒന്നുമില്ല, അതൊന്ന് നിൻ്റെ അമ്മയുടെ വക മറ്റുള്ളവരുടെ വക, അത് ഇത് മൊത്തത്തിൽ ഇവിടെ ആകെ പോയി കിടക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രജയോട് പറയുന്ന സമയത്താണ് കേട്ടോ പത്മ കയറി വരുന്നത്. പത്മയാണെങ്കിലോ കയറി വന്ന പാടെ പത്മ ഇവർ മുറ്റത്ത് നിൽക്കുന്ന കാണിക്കുന്നത്. അപ്പം എന്താ നിങ്ങൾ ഇവിടെ നിന്ന് നിൽക്കുന്നത്, താമസിയാതെ ഈ വീട്ടിൻ്റെ വെളിയിലോട്ട്, ഇപ്പോൾ ഗേറ്റിൻ്റെ വെളിയിലോട്ട് പോകുന്ന അവസ്ഥയാണ് ഈ വീട്ടിൽ നടക്കുന്നത്, നിങ്ങളെ വളച്ച് കെട്ടില്ലാതെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി, ഇങ്ങനത്തെ ഉപമ ഒന്നും എന്നോട് പറയണ്ട എന്ന് പത്മ തിരിച്ച് ഇന്ദ്രജയോടും വേദയോടും വിജയോടും പറയണം. അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ്, ഈ വീട്ടിൽ യാതൊരുവിധ വിലയില്ല, വീട്ടിലെ പണിക്കാരൻ ആദ്യമായി ഭക്ഷണം കഴിക്കുന്നു, ഞങ്ങൾ ചെന്ന് ഭക്ഷണം ചോദിച്ചപ്പോൾ അവന് പറയുക ഞങ്ങളോട് വേണമെങ്കിൽ എടുത്ത് കഴിച്ചോന്ന്, എന്ത് വീടാണിത്, ഞങ്ങൾ കഴിച്ചതിന് ശേഷമാണ് കഴിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയാം. ഓഹോ, രാജുവിന് അത്ര അഹങ്കാരമായോ? അതേ മമ്മി, അഹങ്കാരമായി, വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യാഞ്ഞിട്ടാണ് ചെന്ന് ചോദിച്ചത് എന്നൊക്കെ വേദ പറയണം, ഇന്ദ്രജയുടെ കൂടെ വേദയും കൂടെ. അപ്പോഴേക്കും വിജയ്ക്ക് ഒട്ടും മോശമില്ലല്ലോ, വിജയും അതേ തരത്തിൽ പറയുന്നു. അങ്ങനെ കലിതുള്ളി വല്ല ഭദ്രകാളിയെ പോലെ പത്മ അങ്ങ് ചെല്ലുമ്പോൾ പത്മ കാണുന്ന കാഴ്ച രാജുവിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് സൂര്യ. അപ്പോൾ ഉടൻ തന്നെ, രാജു എൻ്റെ മക്കൾ വിശന്ന് വയറ് ഇങ്ങനെ കിടന്ന് തുടിക്കുമ്പോൾ നീ എന്താ ഈ കാണിക്കുന്നത്, വിശന്ന് പൊരിഞ്ഞു വരുന്ന അവരുടെ മുന്നിൽ നിനക്കിവിടെ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ വയ്യേ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ രാജു, അത് പിന്നെ മേഡം ഞാൻ എണീക്കട്ടെ. അപ്പോൾ ഉടൻ തന്നെ, സ്വാമി ഇവിടെ ഇരിക്കൂ, ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് എണീറ്റ് പോകാൻ പാടില്ലെന്ന് സ്വാമിക്ക് അറിയില്ലേ, സ്വാമിക്ക് ഇത് ഞാൻ പഠിപ്പിച്ചു തരണോ എന്ന് രാജുവിനോട് സൂര്യ പറയണം. അപ്പോൾ ഈ സമയം സൂര്യ കൈകൾ പിടിച്ച് താത്തി രാജുവിന് അടുത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും കലി തുള്ളുകയാണ് പത്മക്ക്. രാജു, നിന്നെ ഞാൻ പണിക്ക് നിർത്തിയിരിക്കുന്നത്, ശമ്പളം നിനക്ക് മാസം തരുന്നത് എൻ്റെ മക്കളുടെയും എൻ്റെയും കാര്യങ്ങൾ നോക്കാനാണ്, നിനക്ക് യാതൊരു നിലയും വിലയും ഇവിടെ ഇല്ലേ? അപ്പോഴും ഉടൻ തന്നെ പറയുന്നത്, സ്വാമി ഇവിടെ ഇരിക്ക്. അപ്പോൾ രാജു എണീക്കാൻ ശ്രമിക്കാൻ കേട്ടോ. അപ്പോൾ സൂര്യ അവിടെ ഇരുത്താണ്. സ്വാമിയോട് ഇരിക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇരുത്താണ്. സ്വാമി ഭക്ഷണം കഴിക്കും, ആര് കിടന്ന് ചാടിക്കളിച്ചാലും അതിന് പ്രതികരിക്കരുത്. അങ്ങനെ ബഹളം കേട്ടിട്ട് യതീന്ദ്രൻ വരികയാണ്. അപ്പോൾ യതീന്ദ്രൻ വരുമ്പോൾ രാജുവിനെ ഇങ്ങനെ വഴക്ക് പറയുന്ന. അപ്പോൾ തന്നെ, പത്മ നിനക്ക് ഇത്ര അറിവും ബുദ്ധിയില്ലേ, ഒരു മലക്ക് മാലയിട്ട ആ വ്യക്തിയെ പേരെടുത്ത് വിളിക്കാൻ പാടില്ല, സ്വാമി എന്ന് വിളിക്കണം നിനക്കറിയില്ലേ, നിനക്ക് വെറുതെ സ്വാമിമാരുടെ അടുത്ത് നിന്നുള്ള ആ ഒരു ഇത് നീ വാങ്ങണ്ട, വെറുതെ വേണ്ടാത്തതിന് നിൽക്കേണ്ട. ഓരോ വീട്ടിലും ഓരോ ദോഷങ്ങൾ വന്നു ചേരുന്ന ഇങ്ങനെയുള്ള സ്ത്രീകൾ ഉള്ളത് കൊണ്ടാണ്. പിന്നെ എൻ്റെ മക്കൾക്ക് വിശക്കുമ്പോൾ ഇവിടുത്തെ പണിക്കാരനാണോ ഭക്ഷണം കഴിക്കേണ്ടത്, എൻ്റെ മക്കൾക്ക് ഇവനെന്താ ഭക്ഷണം വിളമ്പി കൊടുത്താൽ കുഴപ്പം? അത് കേട്ട ഉടനെ, കുഴപ്പമൊന്നുമില്ല, ആദ്യം നീ ചിന്തിക്കേണ്ടത് സ്വാമിമാർ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് വീട്ടിലുള്ളവർ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഒരു മാലയിട്ടാൽ അവിടെ വേലക്കാരനെന്നോ അവിടെ വേലക്കാരിയെന്നോ അതുപോലെ തന്നെ മറ്റുള്ളതെന്നോ എന്നൊന്നുമില്ല, അത് നീ ചിന്തിക്കണം എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം ഉടൻ തന്നെ ഇവിടുത്തെ വേലക്കാർ രാജു മാലയിട്ടെങ്കിൽ ഇവിടെ ഒരു എരുമമാട് നിൽക്കുന്നുണ്ടല്ലോ, അത് നന്ദിനിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് കേട്ടോ പറയുന്നത്. എരുമമാട് നിൽക്കുന്നുണ്ടല്ലോ, ഈ എരുമമാടിന് എന്താ ഭക്ഷണം വിളമ്പി കൊടുത്താൽ എന്ന് പറയട്ടോ. ഇതങ്ങ് കേൾക്കുന്ന സൂര്യക്ക് ദേഷ്യം പിടിക്കണേ, എൻ്റെ ഭാര്യയെ എരുമമാടെന്ന് വിളിച്ചിരിക്കുക, എന്നാൽ ഞാൻ ഇത് വെറുതെ വിടില്ല, നിങ്ങളെ കൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ സ്വാമി എന്ന് വിളിപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് അത്രയായോ, മലക്ക് മാലയിട്ടെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഈ സൂര്യ പ്രതികരിക്കില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലേ, എന്നാൽ ഇനി എൻ്റെ കളികൾ വേറെ ആയിരിക്കും. അപ്പോൾ യതീന്ദ്രൻ ദേഷ്യം പിടിച്ചിട്ടേ, അതെ നിൻ്റെ മക്കൾക്കും രണ്ട് കൈയുണ്ടല്ലോ, ഏത് സാഹചര്യത്തിലാണ് എപ്പോഴാണ് അവനവന് എന്തെങ്കിലും ചെയ്യേണ്ടി വരിക എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ചെങ്കിൽ നിൻ്റെ മക്കൾക്ക് അത്ര വിശക്കുന്നുണ്ടെങ്കിൽ അതൊരാൾ പ്ലേറ്റിലിട്ട് തന്നാലാണ് നിൻ്റെ മക്കൾക്ക് കഴിക്കാൻ
കഴിയുള്ളൂ എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ അത് നീ ചിന്തിക്കണ്ട. നിൻ്റെ മക്കൾ എടുത്ത് കഴിച്ചോട്ടെ. ഇവിടെ സ്വാമിമാർ കഴിച്ചതിന് ശേഷം മാത്രം നിൻ്റെ മക്കൾ കഴിച്ചാൽ മതി. അതല്ലെങ്കിൽ നിനക്ക് വല്ലാതെ വിശക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ മക്കൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ടേബിളിൽ ഭക്ഷണം ഇരിപ്പുണ്ടല്ലോ, അതെടുത്ത് കഴിച്ചോ എന്നങ്ങ് യതീന്ദ്രൻ പറയണം കേട്ടോ. അപ്പോൾ ഇത് സൂര്യയുടെ ഉള്ളിൽ വലിയ കലിപ്പാവാണ്. അങ്ങനെ സൂര്യ പിറ്റേ ദിവസം കിടന്നുറങ്ങുകയാണ്. അല്ല, അന്ന് രാത്രി കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം എൻ്റെ മമ്മി ഒരു പാഠം പഠിപ്പിക്കണമല്ലോ. എൻ്റെ ഭാര്യയെ എരുമമാട് എന്ന് വിളിച്ച് അവരെ കൊണ്ട് തന്നെ സ്വാമി എന്ന് വിളിപ്പിക്കാനുള്ള ആ തയ്യാറെടുപ്പ് തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യ പഴുതിവ് പോലെ തറയിലൊക്കെ കിടന്ന് തുടങ്ങുകയാണ്. അതായത് ബെഡിൽ കിടക്കാൻ പാടില്ല, ചെരുപ്പിടാൻ പാടില്ല, അങ്ങനെയൊക്കെ ചുറ്റവട്ടങ്ങളുണ്ടല്ലോ. അങ്ങനെ അതൊക്കെ സൂര്യ പാലിക്കുകയാണ്. നന്ദിനി പറയുന്നതിനനുസരിച്ച് ചെയ്തും കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൂര്യ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ സൂര്യ കുളിച്ചു. അപ്പോൾ നന്ദിനിയോട് ചോദിക്കുന്നത്, ഇന്നെന്താ നന്ദിനി? അത് സ്വാമി കുളിക്കട്ടെ എന്ന് കരുതുക. ശരി, ഞാൻ കുളിച്ചല്ലോ, ഇനി നീ കുളിച്ചു വാ. അങ്ങനെ സൂര്യ കുളിച്ച് വരികയാണ്. കുളിച്ച് വന്ന ഉടൻ തന്നെ സൂര്യ ഇപ്പുറത്ത് രാജുവിനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും. മാല വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടാവും. രാജു വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്നിട്ട് നന്ദിനിയോട് പറയണേ, നീ ഒന്ന് കണ്ണടച്ചൊരു സർപ്രൈസ് തരാനാണ്. അപ്പോൾ എന്തിനാ സ്വാമി എന്നിങ്ങനെ നന്ദിനി ചോദിക്കുന്നത്. അതൊക്കെ ഉണ്ടോ, താൻ കണ്ണടക്കടോ എന്ന് പറയലും നന്ദിനി കണ്ണടക്കലും നന്ദിനിയുടെ കഴുത്തിൽ ഈ മാല ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും സ്ത്രീകൾക്ക് മാലയിടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് റീമേക്കിൽ ഒരു ദിവസമേ ഈ മാല ഇടുള്ളൂ. ഒരു ദിവസത്തെ വ്രതത്തോടു കൂടി പിറ്റേ ദിവസം തന്നെ നന്ദിനിയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ആ മാലയിട്ട് നന്ദിനിയെ താഴോട്ട് കൊണ്ടുവരുമ്പോൾ ഉടൻ തന്നെ പത്മയ്ക്ക് ഇനി നന്ദിനിയെ സ്വാമി എന്ന് വിളിക്കേണ്ടി വരുന്ന ആ അവസ്ഥ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലും രസകരമായ ഒരു മുഹൂർത്തമുണ്ട്. നന്ദിനിയുടെ പാദം കഴുകി കൊടുക്കുന്ന ഒരു മുഹൂർത്തമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ പറയാവേ. ഇതുപോലെ അപ്കമിങ് റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂട്ടോ.